ഹലോ. നമ്മുടെ തിരുവനന്തപുരത്ത് തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോഴാണ് നല്ല ഗാനമേള കേട്ടിട്ടാണ് ഞാൻ അകത്തേക്ക് ചെന്നപ്പോഴാണ് കണ്ടത് ഇത് പോലീസ് സഹകരണ സംഘം നടത്തുന്ന സ്കൂൾ ബസാറാണ്. എന്നാൽ പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത വീഡിയോ ഒന്നുമല്ല കേട്ടോ. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടട്ടെ എന്ന് കരുതി ചെയ്ത വീഡിയോ ആണ്. സാധാരണ എല്ലാ വർഷങ്ങളിലും നമ്മുടെ ബേക്കറി ജംഗ്ഷനിലും ഒക്കെ നടത്താറുള്ളതാണിത്. പക്ഷേ ഈ വർഷം കുറച്ച് വിപുലമായിട്ടാണ് എനിക്ക് തോന്നിയത്. തൈക്കാട് പോലീസ് ഗ്രൗണ്ട് ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. നല്ല കാർ പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ പോയപ്പോൾ നിർഭാഗ്യവശാൽ മഴയായിരുന്നുകൊണ്ട് അവിടെയൊക്കെ ചളി ഉണ്ടായിരുന്നു. പക്ഷെ അകത്തൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. നല്ല അറേഞ്ച്മെന്റ്സ് ആയിരുന്നു. അത് അകത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പോലീസ് ഗ്രൗണ്ടിൻ്റെ ഇടതുവശത്തുള്ള ഇറങ്ങുന്ന വഴിയാണ്. ഞാൻ സ്കൂട്ടർ ഇവിടെ വെച്ചതുകൊണ്ട് ഞാൻ നേരെ തലതിരിഞ്ഞാണ് കയറിയത്. എക്സിറ്റിൻ്റെ അകത്തുകൂടിയാണ് ഞാൻ കയറിയത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കയറുക. പിന്നെ ഈ എക്സിറ്റിൻ്റെ അടുത്താണ് ഗാനമേള നടക്കുന്നത്. മെയിൻ സ്കൂൾ ബസാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ എക്സിറ്റിൻ്റെ അടുത്തായിട്ട് ഒരു ബുക്ക് സ്റ്റോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളക്ഷനാണ് അവിടെ. അത് കാണാൻ നിങ്ങൾ മറക്കരുത്. നല്ലൊരു കളക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ബില്ലിങ്ങിനും ചെക്കിങ്ങിനും ഒക്കെ ആയിട്ട് ഒരുപാട് കൗണ്ടേഴ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരക്ക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നല്ല സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പേയ്മെൻ്റ് ആണെങ്കിലും എല്ലാം ഗൂഗിൾ പേയും കാർഡും ക്യാഷും എല്ലാം തന്നെ എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം ബില്ലിംഗ് കൗണ്ടറിലോട്ട് എത്തിക്കാനായിട്ട് ഒരുപാട് പയ്യന്മാരും ഉണ്ടായിരുന്നു അവിടെ. ആദ്യം തന്നെ നോട്ട്ബുക്സിൻ്റെ സെക്ഷനാണ്. നോട്ട്ബുക്സിൽ ക്ലാസ്മേറ്റ് പോലുള്ള നല്ല നല്ല കമ്പനികളുടെ ബുക്സുകളൊക്കെ ഉണ്ട്. ക്ലാസ്മേറ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ക്ലാസ്മേറ്റ് എടുത്ത് പറഞ്ഞത്. വേറെ ഒരുപാട് നല്ല കമ്പനികളുടെ ബുക്കുകളാണ് അവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം പോലീസ് സൊസൈറ്റി അല്ല, പല സ്റ്റോളായിട്ടാണ് കാണുന്നത്. അത് പല സ്റ്റോളും ഞങ്ങൾ ഓരോ വിഭാഗമായിട്ട് തിരിച്ചിരിക്കും. ബുക്ക് വേറെ, ബാഗ് വേറെ, പെൻസിൽ പേന വേറെ, അങ്ങനെ ഓരോ സിസ്റ്റം. ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ സെപ്പറേറ്റ് പല പല സെക്ഷനായിട്ട് ആൾക്കാരുടെ സൗകര്യാർത്ഥം ചെയ്തിരിക്കും. അത് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് തിരുവനന്തപുരം പോലീസ് സൊസൈറ്റി കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതുവരെ നടത്തുന്നുണ്ട്. അത് പ്രകാരം ഈ വർഷവും അതുപോലെ നടത്തുന്നു. ജനങ്ങളിൽ നല്ല നല്ല ഒരു പ്രതികരണം ഉള്ളതുകൊണ്ട് ഓരോ വർഷവും കുറച്ച് വിപുലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ വർഷം കുറച്ച് വിപുലമായിട്ടാണ്. ഈ വർഷം കുറച്ച് വിപുലമായിട്ട് കുറച്ചുകൂടെ സ്ഥല സൗകര്യങ്ങൾ കൂട്ടി. ഞങ്ങൾ ഇത്രയും സ്ഥല സൗകര്യം കൂട്ടിയിട്ട് പോരാ എന്ന് തോന്നലാണ്. എന്നാലും ഓരോ വർഷവും ഞങ്ങൾ കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. കാർ പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം അങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല റെസ്പോൺസ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് മാത്രമല്ല, റൂറൽ മേഖലയിൽ നിന്ന് അടുത്ത ജില്ലകളിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വാങ്ങാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിൻ്റെ വിലക്കുറവാണ് ഇതിൻ്റെ മെയിൻ പ്രധാന കാരണം. വിലക്കുറവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് സാധനം വാങ്ങുകയാണ്. ഏതൊക്കെ ബ്രാൻഡാണ് ബുക്സ് ഒക്കെ ഉള്ളത്? ബുക്സൊക്കെ നമ്മുടെ മെയിൻ ബ്രാൻഡ് എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റ്സിൻ്റെ സാധനങ്ങളുണ്ട്. ബാഗുകൾ അരിസ്റ്റോക്കാറ്റ് ഉണ്ട്, പിന്നെ അമേരിക്കൻ ടൂറിസ്റ്റർ പോകുന്നുണ്ട്, സ്കൈ ബാഗ് പോകുന്നുണ്ട്. മിക്കവാറും എല്ലാ ബ്രാൻഡഡ് കമ്പനികളെല്ലാം ചെയ്യും.
ചൂട് കാലത്താണ് കൂടുതലും ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് ഈ ഉച്ചയ്ക്ക് വരുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് ഒരു ലെഷർ ടൈം ഉണ്ടാകാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് പരിപാടി. സമയം എങ്ങനെയാണ്? സമയം രാവിലെ 9 മണി വരെ, രാത്രി 9 മണി വരെ. രാവിലെ 9 മണി തൊട്ട് രാവിലെ 9 മണി വരെ, രാത്രി 9 മണി വരെ. പേയ്മെൻറ്റ്സ് ഗൂഗിൾ പേ എല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് മെത്തേഡ് എല്ലാം ചെയ്യുന്നുണ്ട്. കാർഡ് പേയ്മെൻറ്റും ഗൂഗിൾ പേ, UPI പേയ്മെൻറ്റ് എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നു.